അൻപോട് കൺമണിയിലേക്ക് വരുമ്പോൾ വളരെ നല്ലൊരു ടീമിനൊപ്പം ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ പ്രവർത്തിക്കാനും പറ്റി. ഇതിലേക്ക് വരുമ്പോൾ ഇപ്പോൾ 2015 ഷോർട്ട് ഫിലിം തൊട്ട് ഈ അൻപോട് കൺമണിയിലേക്ക് വരുമ്പോൾ ആസ് എ ഫിലിം മേക്കർ ലിജു എത്രത്തോളം കോൺഫിഡൻ്റ് ആണ്? അല്ല, ഇതിൽ ഞാൻ കുറേ ഹോംവർക്ക് നടത്തിയിട്ടുണ്ട്. മറ്റതിൽ എനിക്ക് ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ഇത് എൻ്റെ ഒറ്റയ്ക്കുള്ള ഒരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് കുറച്ച് കൂടുതൽ പണിയെടുത്തിട്ടുണ്ട്, ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിലിം മേക്കർ എന്ന രീതിയിലും ഇത്ര ഗ്യാപ്പ് വന്നെങ്കിലും ശ്രമങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. വേറൊരു പ്രൊജക്റ്റിന് വേണ്ടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പം വെറുതെ ഇരുന്നിട്ടല്ല. അപ്പം ആ സമയം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പോയത്. നമുക്ക് വിചാരിച്ച പോലെ നീങ്ങിയില്ല. എന്താ വിചാരിച്ച പെട്ടെന്ന് കേട്ടൊരു സബ്ജക്റ്റ് എന്നാൽ ഇത് ചെയ്യാമെന്ന് തോന്നി, അങ്ങനെ ചെയ്തു. അതാണ്. അർജുനോട് തന്നെ ഇപ്പോൾ ഈ സിനിമയിൽ അൻപോട് കൺമണി എന്നുള്ള സിനിമയിൽ ഒരു കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് ചെയ്യേണ്ട തരത്തിലുള്ള സീൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ശ്രമിച്ചായിരുന്നു. കാരണം ഒരു കപ്പിൾ പടമായ യൂഷ്വലി അത് ജസ്റ്റ് ഒരു പരിപാടി ഇങ്ങനെ, പക്ഷെ ക്യാമറ ട്രിക്കിൽ പിടിച്ചു. അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്ത്? ഇപ്പോൾ ഒരു അൺകംഫർട്ടബിൾ കാര്യം പറഞ്ഞ ചേട്ടാ പറ്റില്ല എന്നുള്ള കാര്യം. പക്ഷെ എന്നാലും അവര് ചെറുതായിട്ടൊക്കെ ഒന്ന് അവര് ഹാൻഡിൽ ചെയ്തു. റൈറ്റ്. അല്ല, എന്തൊക്കെ പറഞ്ഞാലും ഫാമിലി പടം തന്നെയാണ്. അപ്പൊ നമുക്ക് യു തന്നെ വേണം. അല്ല, ആ ഒരു തരത്തിലല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ യൂഷ്വലി ഇപ്പോൾ അർജുന അശോകന് പറഞ്ഞ പോലെ ഇപ്പോൾ റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ ഗൈ നെക്സ്റ്റ് ഡോർ ഇമേജ് അങ്ങനെ അതിനെ ബ്രേക്ക് ചെയ്യുന്ന ടൈപ്പ് ഒരു എന്താ പറയുക, ഇപ്പോൾ അതാണോ ഒരു കംഫർട്ട്? ഇല്ല, പക്ഷേ ഈ പടത്തില് ക്യാരക്ടർ ശരിക്കും ഗൈ നെക്സ്റ്റ് ഡോർ എന്നുള്ള പരിപാടി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുള്ള റീസൺ ഇതിൽ വരുന്നില്ല. ബ്രേക്ക് ചെയ്താലാ പ്രശ്നം. ബ്രേക്ക് ചെയ്ത പണിയാണ് ക്യാരക്ടർ. അത്തരത്തിലൊക്കെ ഒരു സംഭവം വന്നാൽ ഡീൽ ചെയ്യപ്പോ തുറന്ന് പറഞ്ഞിട്ട് തന്നെയാണോ, അല്ലെങ്കിൽ നമ്മൾ അതിനൊരു എന്തെങ്കിലും ഇപ്പൊ ബ്രഹ്മയുഗം പോലത്തെ ഒരു ക്യാരക്ടർ അതിപ്പോ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഒരു ക്യാരക്ടറിൽ നിന്ന് ഡിഫറെന്റ് ആണ്. അപ്പോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് സംവിധായകനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട്? തീർച്ചയായിട്ടും അവരത് പ്രോപ്പർ ഐഡിയ അവർ പറയും, അവർക്ക് എന്താ വേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞാൽ ചെയ്യണം പരിപാടി. അപ്പോ അവരുടെ ഒരു ഗൈഡൻസ് തന്നെയാണ് എല്ലാം പോകുന്നത്. അപ്പോ ലിജു ചേട്ടന് ആകെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് എക്സ്പ്രഷൻ വായിച്ചെടുക്കാൻ പറ്റില്ല. ഇങ്ങനെ നോക്കണം, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മനസ്സിലാവില്ല. ഓക്കെ ഇങ്ങനെ പറയണം. ഓക്കെ അല്ല, അത് അടുത്ത് ഇരുന്നിട്ട് ചോദിക്കും. ഞാൻ 2-3 തവണയൊക്കെ ചോദിക്കുമ്പോ ഞാൻ വിചാരിക്കും ഈശ്വര ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയോ. പക്ഷെ പിന്നെ മനസ്സിലായെന്ന് അറിയാം, നമ്മളിപ്പോ ലിജുചേട്ടൻ ടേക്ക് സമയത്താണ് മോണിറ്ററിൽ ഫുൾ ഫോക്കസ് ചെയ്ത് നോക്കുന്നത്. അപ്പൊ അതില് എക്സ്പ്രഷൻ മാറുന്നുണ്ട്. ഷോർട്ട് കഴിയുമ്പോൾ കിട്ടിക്കാൻ പിന്നെ ആള് നോർമലാവും. പിന്നെ ചോദിച്ചാൽ ഓക്കെ. അപ്പൊ അതെനിക്ക് ഇവളുടെ ക്ലോസ് ഒക്കെ എടുത്തപ്പോ മനസ്സിലായി, ഇങ്ങനെ ശരിയാവുന്നില്ല. മൊത്തത്തിൽ ഉദ്ദേശ ഔട്ട്പുട്ട് തന്നെ കിട്ടി. പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കിട്ടി ഇനിയും സംശയം ചോദിക്കുന്നു.